എല്ലാവർക്കും നമസ്കാരം. തണുപ്പ് കാലം കഴിഞ്ഞു, ചൂടുകാലമായി തുടങ്ങി. ധാരാളം വെള്ളം കുടിക്കണം. നമുക്ക് മെയിനായിട്ട് വരുന്നത് യൂറിൻ സംബന്ധമായ പ്രശ്നങ്ങളാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കണം എന്ന് പറയും. പക്ഷേ വെറുതെ വെള്ളം കുടിച്ചുകൊണ്ട് യൂറിൻ സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല. നമുക്ക് ചൂട് സംബന്ധമായ മൂത്രത്തിൽ പഴുപ്പ്, യൂറിൻ പ്രശ്നങ്ങൾ, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ അങ്ങനെയുള്ളത് ഒഴിവാക്കാൻ വേണ്ടി ചെറിയൊരു ടിപ്സാണ് കേട്ടോ. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യത്തിന് വെള്ളം എടുക്കുക, അത് നല്ലപോലെ തിളപ്പിക്കുക. അതിനോടൊപ്പം തന്നെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാവൂ. അതിനോടൊപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ മല്ലി ഉണ്ടല്ലോ, കറിക്കൊക്കെ ഉപയോഗിക്കുന്ന നല്ല മല്ലി കേട്ടോ, പച്ചമല്ലി. അതൊരു 1/4 ടീസ്പൂൺ എടുക്കുക, അതിലിട്ടിട്ട് നല്ലപോലെ തിളപ്പിക്കുക. അതിനുശേഷം ഒരു അര സ്പൂണോ 1 സ്പൂണോ നമ്മുടെ വെള്ളത്തിനനുസരിച്ച് ഒരു 3/4 ലിറ്ററോ 1 ലിറ്ററോ എങ്ങനെയെന്ന് വെച്ചാൽ അതിൽ ഇട്ട് നല്ലപോലെ തിളപ്പിക്കുക. നല്ലപോലെ തിളച്ച് വരണം കേട്ടോ. ഇവിടെ നമ്മൾക്ക് ഇതിൽ കെറ്റിലാണ് ചൂടാക്കുന്നത്. ശരിക്കും ഗ്യാസിൽ അടുപ്പിൽ വെച്ച് അടച്ച് തിളപ്പിക്കണം എന്നാണ് പറയുക. സൗകര്യമില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യണമെന്ന് മാത്രം. തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറിയിട്ടുണ്ടാവും, ഒരു യെല്ലോ ഷെയ്ഡ് വരും. ആ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ വെട്ടി തിളച്ച് വന്ന് കുപ്പിയിലാക്കി ആവശ്യാനുസരണം ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂത്ര സംബന്ധമായ മൂത്രത്തിൽ ചൂട്, പഴുപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി കിട്ടും. ശരീരത്തിന് വേണ്ടുന്ന കലോറി എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയല്ല, പക്ഷെങ്കിലും യൂറിൻ സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം നമുക്കതിന്ന് ഒഴിവാക്കി കിട്ടുന്നതാണ്. ശരീര സംബന്ധമായ, അതായത് പുറത്തെ ചൂടിന് പ്രതികരിക്കാൻ AC ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അകത്തെ ചൂട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ ഉപയോഗിക്കുന്നതല്ല. പ്രത്യേകിച്ച് ഡ്രൈവർമാർ, പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ഈ മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ ശരീരത്തിന് യൂറിൻ സംബന്ധമായ പ്രശ്നങ്ങൾ, പഴുപ്പ് അങ്ങനെയുള്ളതൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഞാനത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട് കേട്ടോ. താല്പര്യമുള്ള ആൾക്കാർ നല്ലപോലെ ഉപയോഗിച്ച് നോക്കുക, കുടിച്ച് നോക്കുക. റിസൾട്ട് പറയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.